നോക്കുകയാണ് ഞാൻ. സ്ക്രീൻ കാണാനില്ലല്ലോ. ഗൂഗിൾ മീറ്റ് എടുക്കുക. ഗൂഗിൾ മീറ്റിൽ ഒരു മിനിറ്റ്. ഇതാണത് ഇവിടെ പോയി. നിങ്ങൾ ലോഗ് ഓഫ് ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഓക്കെ, കിട്ടി. ഐ ആം സോ സോറി. കിട്ടി. ശരി. ഇനി ഇതിലായിരുന്നു OBS ഓപ്പൺ ചെയ്തിട്ട് OBSലെ റെക്കോർഡിംഗ് കൊടുത്തേക്ക്. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇന്നിപ്പോൾ എടുക്കാനുള്ളത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, ഇമോഷണൽ പ്രൈസ് ട്രാപ്ഡ് ബേസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇത് കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. ഇപ്പോൾ ഒരു 3 to 4 ഡേയ്സിലൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ഇതേപോലെ നിൽക്കുകയെന്ന് വിചാരിക്കുക. Day 1, Day 2, Day 3 എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് മൾട്ടി ഡേ നുവാൻസസ് എന്ന് പറയണത്, നമ്മൾ മൾട്ടി ഡേ എന്ന് പറയുന്നത് നമ്മൾ വീക്ക് ലോ നമ്മൾ മാർക്ക് ചെയ്തില്ലേ? വീക്ക് ലോ നമ്മൾ വിഷ്വൽ റെഫറൻസസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീക്ക് ലോ അല്ലെങ്കിൽ വീക്ക് ഹൈ. ഓക്കെ. ഇത് ഈ വീക്ക് അതായത് ഒരു വിഷ്വൽ റെഫറൻസസിനുള്ളിൽ തന്നെ അടുത്ത വിഷ്വൽ റെഫറൻസസ് ക്ലബ് ചെയ്ത് വരുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ അതിനെ വീക്ക് ലോ എന്ന് പറയണത്. ഓക്കെ. അങ്ങനെ വീക്ക് ലോ വന്നിരിക്കുന്ന പോർഷനിൽ മാർക്കറ്റ് ചിലപ്പോൾ സഡൻ ആയിട്ട് ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ കൊടുക്കും, അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ. നമ്മൾ ആ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഫോളോ ചെയ്ത് നമ്മൾ പോകരുത്. കാരണം അത്രയും 3-4 ദിവസം ഓരോരുത്തർ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ കൊടുക്കുന്നതായിരിക്കും. അത് തിരിച്ച് അതേപോലെ തന്നെ കയറി വരും എന്നുള്ളതാണ് ഈ പിക്ചർ ഞാൻ കാണിച്ചേക്കണത്. സോ അതിനെയാണ് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ മൾട്ടി ഡേ ബ്രേക്ക് ഔട്ട്, ഫെയിലിയർ ബ്രേക്ക് ഔട്ട്, ഇങ്ങനെ പല രീതിയിൽ പറയും. പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നൊക്കെ, പ്രൈസ് ആക്ഷനിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്ന് പറയും. ഇമോഷണൽ പ്രൈസ് ബേസ്ഡ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിലാണ് ഈ സംഭവം പറയണത്. ആക്ച്വലി തന്നെ ഒന്നും പറയുകയാണെങ്കിൽ മൾട്ടി ഡേ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ എന്ന് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ രീതിയിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയാം. ഓക്കെ. സംഭവം ഇങ്ങനെ ആയിരിക്കുള്ളൂ. 3-4 ദിവസങ്ങളിൽ വെച്ചിരിക്കുന്ന മൾട്ടി ഡേ ന്യൂവാൻസസിനെ ഒരു പെട്ടെന്ന് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ കൊടുക്കും. എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ റിവേഴ്സ് കയറി വരും. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ട്രേഡ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതുണ്ട് മൾട്ടി ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ. പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് കൊടുത്തു. ആ കൊടുത്തത് ഇല്ലില്ല, ഇത് നമ്മൾ മാനുവലി മാർക്ക് ചെയ്യുന്നതാണ്. ഇത് ബെൽ ടി പി അങ്ങനെ ഒന്നും മാർക്ക് ചെയ്ത് വരുന്നതല്ല ഇത്. ഓക്കെ. നമ്മൾ മാനുവലി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ്. അത് പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് കൊടുക്കും. ആ ബ്രേക്ക് ഔട്ട് പോയ വഴിക്ക് നമ്മൾ ഫോളോ ത്രൂ ചെയ്ത് പോകരുത്. കാരണം അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നടക്കുന്നത്. സോ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആയിട്ട് വരികയും ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് നമ്മൾ പെട്ടുപോകരുത്. പിന്നെ വാല്യൂ ഏരിയ ഫോർമേഷൻ്റെ ഓരോ രീതികളിലുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പോൾ. കാരണം നമ്മളിപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് ടൈം ഇൻവെൻട്രി ആണ്. ഷോർട്ട് ടൈം ഇൻവെൻട്രി ആണ് നമുക്ക് ഇനി അടുത്ത ഒരു ടോപ്പിക്ക് വരുന്നത്. ഈ ടോപ്പിക്കും കൂടി കഴിയുന്നതോടെ തന്നെ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ ഫുള്ളായിട്ട് കഴിയും. തിയറി ക്ലാസ് ഇല്ല. ഇതെന്ന് പറയുന്നത് വാല്യൂ ഏരിയ ഫോർമേഷൻ, വാല്യൂ ഏരിയ എങ്ങനെ മുകളിലേക്ക് ബിൽഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതിൻ്റെ വെറുതെ ഒരു മൈഗ്രേഷൻ കാണിച്ചു പോകുന്നതിൻ്റെ ഒരു ചാർട്ട് എക്സാമ്പിൾ വെച്ചതേ ഉള്ളൂ. ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഫുള്ള് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് എന്താ പറയണ ലാസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ ആരെങ്കിലും മൈഗ്രേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്.
ഓക്കെ, അതിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല ഞാൻ ഈ വെച്ചിരിക്കുന്ന ടോപ്പിക്കിൽ. നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഇൻവെൻട്രിയാണ്. ഓക്കെ ഷോർട്ട് ടൈം ഇൻവെൻട്രിയും കൂടി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ തിയറി കംപ്ലീറ്റ് ആയിട്ട് കഴിയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഓർഡർ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു 3 to 4 days ക്ലാസ് കൊണ്ട് തന്നെ ഓർഡർ ഫ്ലോയും കൂടി തീരും. അത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് പിന്നെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ നമ്മൾ പിന്നെ ഓരോ ക്ലാസ്സും നമ്മൾ വെക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഷോർട്ട് ടൈം ഇൻവെൻട്രീസ് എന്താണെന്ന് നോക്കാം.